ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസിന് ഓച്ചിറയിലും മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം എക്സ്പ്രസിന് ശാസ്താംകോട്ടയിലും സ്റ്റോപ്പ് അനുവദിച്ചു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഇടപെടലിലാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ നടപടി. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഇടപെടലിൽ വലിയൊരു ആശ്വാസമാണ് ഓച്ചിറയിലുള്ളവർക്കും ശാസ്താംകോട്ടയിലുള്ളവർക്കും ലഭിച്ചിരിക്കുന്നത്. രാഖി, ഇതിൽ അശ്വിനി വൈഷ്ണവിന്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രി കേരളത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുമ്പോഴും മനസ്സിലാകും. കാരണം പല ഘട്ടങ്ങളിൽ ഈ പാത ഇരട്ടിപ്പിക്കലാകട്ടെ, വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിച്ച ഘട്ടത്തിലാകട്ടെ, അതോടൊപ്പം തന്നെ മെമു എറണാകുളം ഷൊർണൂർ മെമു നിലമ്പൂരിലേക്ക് നീട്ടിയ സംഭവമാകട്ടെ, നിരവധിയായ കാര്യങ്ങൾ ഈ അശ്വിനി വൈഷ്ണവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഇടപെടലാണ്. കഴിഞ്ഞ തവണയും ഈ എറണാകുളം ഷൊർണൂർ മെമു നിലമ്പൂരിലേക്ക് നീട്ടിയ വിഷയത്തിൽ ഇടപെട്ടത് ജോർജ് കുര്യനാണ്. ഇതിലും ജോർജ് കുര്യന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ നീക്കം ഉണ്ടായിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം 16-366 നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസിന് ഓച്ചിറയിലും 16-605, 16-606 മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം എക്സ്പ്രസിന് ശാസ്താംകോട്ടയിലും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. വലിയ ഈ യാത്രാ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ് ഇപ്പോഴത്തെ തീരുമാനം. തീർച്ചയായും ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിച്ചിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസിന് ഓച്ചിറയിലും ഒപ്പം മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം എക്സ്പ്രസിന് ശാസ്താംകോട്ടയിലുമാണ് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. ഇവിടുത്തുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. സാധാരണക്കാരായ നിരവധി പേർക്കാണ് ഇത്തരത്തിൽ സ്റ്റോപ്പ് അധികമായി അനുവദിച്ചതിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഇടപെടലാണ് ഫലം കണ്ടിരിക്കുന്നത് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ജോർജ് കുര്യന്റെ ഇടപെടലോടുകൂടി റെയിൽവേ മന്ത്രാലയത്തിന്റെ നടപടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ഇടപെടലിനെ കുറിച്ചും ശ്രീകാന്ത് സൂചിപ്പിച്ചു. അദ്ദേഹം കേരളത്തിന് നൽകുന്ന ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിഗണന അത് തന്നെയാണ് ഫലം കണ്ടിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്.